ഇനിയിപ്പോൾ ഞാൻ ഇവിടെ കാണിക്കാൻ പോകുന്നത് വെച്ചാൽ ഞാനിവിടെ ഒരു ചതുരപ്പയറിൻ്റെ വിത്തുണ്ട് കണ്ട. ഇതാ ചതുരപ്പയർ കണ്ടാ, ഇതാ ഇതിൻ്റെ വിത്താണ് ഇത്. ഇത് കണ്ടില്ലേ, ഈ വിത്ത് നടാൻ വേണ്ടിയിട്ടാണ്. ഇതിപ്പം നട്ടാൽ ഒരുപാട് നല്ല വിറ്റാമിൻസ് ഉള്ള സാധനമായത്. ഇത് പണ്ട് എനിക്കുണ്ട്, എനിക്കിപ്പോൾ കുറേ കാലമായിട്ട് ഇല്ലായിരുന്നു. ഇതിപ്പോൾ എനിക്ക് വിത്ത് കിട്ടിയതായത്. ഇത് കണ്ടില്ലേ, നല്ല വിത്തായത്. എന്താ ഇതാണ് ഞാനിപ്പോൾ ഇത് ഒരു കൊല്ലം നട്ടാൽ 2-3 കൊല്ലത്തേക്ക് ഉണ്ടാകും. കണ്ടില്ലേ, ഈ വിത്താണ് ഞാനിപ്പോൾ നടാൻ പോകും. കണ്ടില്ലേ, ഇതിൻ്റെ കൂടി ഇതാ ചതുരപ്പയർ എന്ന് വെച്ചാൽ ഇതേപോലെ ഇതാണ്. ഇത് കണ്ട, ഇതാണ് ചതുരപ്പയർ എന്ന് പറയുന്ന സാധനം. 4 ഏടുണ്ടാവും ഇതേപോലെ, 4 ഏട്. ഇതായിരിക്കും ഇതിൻ്റെ ഇതാണ് ഇത് ഞാനിപ്പോൾ നിങ്ങൾക്ക് കാണിച്ചു തരാമല്ലോ. ഇതാ ഒന്നും കൂടി ഉണ്ട്. ഇത് കണ്ട, വിത്തൊന്നും കൂടി ഉണ്ട്. ഇതേ ഞാനിപ്പോൾ ഇവിടെ ഇതിൻ്റെ അകത്ത് എന്തെല്ലാം നറക്കെന്ന് വെച്ചാൽ ഞാൻ പറഞ്ഞുതരാം. ഇവിടെ നട്ടിട്ടുണ്ട്, ഇടിയുണ്ട് വെച്ചിട്ട്. ഇതിൻ്റെ അകത്ത് ഞാൻ ദേശം കൂർക്കലേൻ്റെ കൂർക്കക്കിഴങ്ങിൻ്റെ ഇത് കണ്ട, ഇത് ഞാൻ ഇതിൻ്റെ അകത്ത് കൂർക്കക്കിഴങ്ങിൻ്റെ ഇതിലായിരുന്നു നടുന്നത്. കൂർക്കക്കിഴങ്ങിൻ്റെ ഈ ബാഗിൽ കൂർക്കക്കിഴങ്ങാണ് നടുന്നത്. ആദ്യം കുറച്ച് അടിയിൽ ഈ കരിയില ഉണങ്ങിയതിടാം, വാഴത്തടിയിടാം. എന്നിട്ട് അതിന് ശേഷം വാഴേൻ്റെ ഇലയിടുക. എന്നിട്ട് അതിന് ശേഷമാണ് ഇത് ഇടുന്നത്. കണ്ടില്ലേ, ഇപ്പോൾ ഈ വാഴത്തടി ഇട്ടിട്ട് ആദ്യം വാഴത്തടി ഇടുക. അതിന് ശേഷം ഈ കൂർക്കലേൻ്റെ തണ്ടും കൂടി ഇടുക. ഇത് നല്ല അസല് വളമാണ്. ഈ കൂർക്കലേൻ്റെ ചപ്പ് ഇത് കണ്ട, ഇത് നല്ല വളമാണ്, നല്ല അസല് വളമാണ് ഇത്. ഇതും കൂടി ഇതിൻ്റെ അകത്ത് ഇട്ടിട്ട് നിറക്കുക. ഇതിന് ശേഷം നമുക്ക് ഇതിൻ്റെ അകത്ത് പോട്ടി മിക്സ് ചെയ്ത് നിറച്ചിട്ട് നടാം. ഇതിനകത്ത് ഞാൻ നിറക്കട്ടെ, 3 എണ്ണത്തിൽ നിറക്കട്ടെ. ഉണ്ടില്ലേ, ഇതേപോലെ നിറച്ച് വെച്ചിട്ട് ഈ വാഴേൻ്റെ കൂർക്കൽ ചപ്പും കൂടി ഇടുക. കൂർക്കലേൻ്റെ പിന്നെ അതേപോലെ കൂർക്കലിൻ്റെ തണ്ട്, കൂർക്കക്കിഴങ്ങിൻ്റെ തണ്ടും കൂടി നമുക്ക് നട്ടു കൊടുക്കാം. ഇപ്രാവശ്യം അതിൽ നടാം. എന്ത് സാധനവും നമ്മൾ വേസ്റ്റായിട്ട് കളയാൻ പാടില്ല. മുഴുവനും നമ്മളെ കൃഷിയിലേക്ക് തന്നെ കൊടുക്കണം. എന്ത് സാധനം നമ്മൾ നട്ടു പൊടിച്ച് വന്നാലും നമുക്കത് കൃഷിയിലേക്ക് തന്നെ ഇറക്കി കൊടുക്കാൻ കഴിയും. അതുകൊണ്ട് ഒന്നും കളയാനില്ല. ഇത് കണ്ടില്ലേ, ഇത് നട്ടിട്ട് പൊടിച്ച് തരട്ടെ. സീമക്കൊന്ന ഇപ്പം കൊടുക്കുന്നില്ല, സീമക്കൊന്ന നട്ട് വളർന്നിട്ടാകുമ്പോൾ കൊടുക്കുക. ഇപ്പം ബാക്കി ഇതെല്ലാം കൂടി വാരിയിട്ട് ഇതിൽ കരിയിലുണ്ട്, എല്ലാം കൂടി വാരിയിടാണ്. ഉണ്ടല്ലേ, ഇതേപോലെ വാരിയിട്ടിട്ട് ഇനിയിപ്പോൾ ഇത് മറ്റേ അതിൽ കുറച്ച് വാരിയിട്ടെ. 3 എണ്ണത്തിലാണ് ഇപ്പം ഞാൻ നടുന്നത്. 3 എണ്ണത്തിലാണ് ഞാനിപ്പം നടുന്നത്. കണ്ടില്ലേ, 3 എണ്ണത്തിലാണ് ഇപ്പം നടുന്നത്. കൂർക്കല എന്നാൽ ഇവിടെയുള്ള കൂർക്കല കൊണ്ടിട്ടതെല്ലാം അങ്ങ് കഴിയും. ഉണ്ടല്ലേ, ഇതെല്ലാം ഇവിടെ ഇതിനിടയ്ക്ക് കൊണ്ടിട്ടതാണ്. അപ്പോൾ അത് ഇവിടെ ഇട്ടാൽ ചെതൽ കുടിക്കുകയുള്ളൂ. ഇതെല്ലാം ഒഴിവായാൽ ഇനി വേണ്ടിക്കൽ നമുക്ക് പറിച്ച് കൊണ്ടുവന്നാൽ മതിയല്ലോ. അതിനാണ് ഞാൻ ഇപ്പോൾ ഇതിൽ നടുന്നത്. ഉണ്ടല്ലേ, ഇതേപോലെ ഈ ചടിപൊടി എല്ലാം വാരിയിട്ടിട്ട് ഇതിലിട്ട് നിറക്കുക. ഈ ചപ്പും പൊടിയെല്ലാം ഇതിനകത്ത് തന്നെ വാരിയിടുക. ഒന്നും കളയാനില്ല നമുക്ക്. എല്ലാം ഇഷ്ടം പോലെ നമ്മൾ എല്ലാം എന്താണെന്ന് വെച്ചാൽ ഒരു സാധനം കളയാതെ ഉണ്ട് നമുക്കത് ഉപയോഗത്തിനെടുക്കാം. അതാണ് വേണ്ടത്. ഒരു സാധനം കളയാതെ നോക്കണം നമ്മൾ. ഇതെല്ലാം കാടെല്ലാം പുല്ലായാലും എന്തായാലും അത് നമുക്കൊരു ഉപകാരത്തിനാവും. ഇത് മാത്രമല്ല, ഒരുപാട് ചവരിച്ചോറും വളവും വേണ്ട. ഞാൻ മണ്ണിലെ കൃഷിയാണ് ചെയ്യുന്നത്. അത് മണ്ണിന് അല്ല ഞാൻ നടുന്നത്. അതുകൊണ്ട് എനിക്ക് ഒരുപാട് ചവരിച്ചോറാകുമ്പോൾ ഒരുപാട് പൈസ മുതൽ വെക്കും. അതുകൊണ്ട് അത് എനിക്ക് ഇപ്പം ഇങ്ങനെ നടുന്നത് കൊണ്ട് ഒരുപാട് ലാഭമുണ്ട്. എല്ലാം ചവരിച്ചോറും തൊണ്ടും എല്ലാം എടുക്കാം. ഇനിയിപ്പോൾ ഈ ചവരിച്ചോറിൻ്റെ തൊണ്ടും എല്ലാം ആവശ്യമാണ്. ഇതിപ്പോൾ തെങ്ങിന് പായി വെക്കാനാണ് ഈ ചവരിച്ചോറിൻ്റെ തൊണ്ട് ഇവിടെ വെച്ചിട്ടുള്ളത്. ഇനിയിപ്പോൾ ഞാൻ ഇതിവിടെ നിറച്ചൊന്ന് കാണിച്ചു തരാമല്ലോ. വാരിയിട്ടേ, ഇത് കണ്ടില്ലേ, ഇതേപോലെ ഇതിൻ്റെ ഈ തണ്ടു അതിലിട്ടേക്കാം. കണ്ടാ, ഒന്നും കളയണ്ട, എല്ലാം നമുക്ക് ഉപകരിക്കാൻ പോയിരുന്നത് മാത്രമാണ്.
ഇത് ഈ മൂന്നിലും ഇട്ട് വെക്കട്ടെ. ഇട്ട് വെച്ചിട്ട് നമുക്ക് നട്ടു കൊടുക്കാം. ഇതില്ലേ ഇതേപോലെ എല്ലാം നറക്കട്ട്, നല്ലപോലെ നറക്കട്ട്, കുത്തി നറക്കാലോ. ഇതാകുമ്പോൾ കുത്തി നറക്കാൻ കഴിയും. ഇതിപ്പോൾ ഇങ്ങനെ ആയിട്ടാകുമ്പോൾ ഇതിൻ്റെ കോണായിട്ടാകുമ്പോൾ നട്ട് കഴിഞ്ഞിട്ടാകുമ്പോൾ ഇതിൻ്റെ അടി മടക്കി വെച്ചാൽ നല്ല ചതുരത്തിൽ വരും. ഇപ്പം കോണ് പോലെ ഉണ്ടെങ്കിലും അത് നല്ലൊരു വട്ടത്തിലുള്ള ഇതായിട്ട് മാറും. കണ്ടില്ലേ? എന്താ ഇത് കുറച്ച് കഴിയുമ്പോഴേക്ക് ഇത് കായൽ അമർന്നിട്ട് ഇനി നമ്മൾ ഇട്ട് കൊടുക്കണം. ആ സമയത്ത് നമുക്ക് ഇട്ട് കൊടുക്കാം. ഇപ്പം തൽക്കാലം നട്ട് കൊടുത്തിട്ട് ഇട്ട് കൊടുക്കാം. നിങ്ങളിത് ഞാൻ കാണിക്കാഞ്ഞാൽ നിങ്ങൾക്ക് ഇതെങ്ങനെയാണ് നടുന്നത് നിങ്ങൾക്ക് കാണിക്കണ്ടേ? അതുകൊണ്ടാണ് ഞാനിങ്ങനെ കാണിക്കുന്നത്. കുറച്ചും കൂടി വേണം, അതും കൂടി ഇങ്ങ് എടുക്കട്ടെ. ഇതിവിടെ പോട്ടി മിക്സി താക്കി വെച്ചതാണിത്. ഇതിനകത്ത് കുറച്ചും കൂടി വാരട്ടെ. ഇനിയിപ്പോൾ ഒരുപാട് പണികളുണ്ട്. ചീര പറിച്ച് നടാനുണ്ട്, എന്തെല്ലോ പണിയുണ്ട്. കൂടി വേണം. മൂന്നെണ്ണത്തിന് നട്ടേ വേഗം ഞാൻ നട്ടിട്ട് കാണിച്ചു തരാം. ഇതിപ്പോൾ കണ്ടില്ലേ, ഇതേപോലെ ഇതാണ് കുരു. നല്ല വണ്ണുള്ള കുരുവാണ്. 3 4 നടാം. ഇപ്പം ഇവിടെ നട്ടേ. ഞാനിപ്പോൾ 4 വെച്ച് നട്ടിട്ടുണ്ട്. അത് പൊടിച്ചിട്ടില്ലെങ്കിലോ, അതുകൊണ്ട് 4 വെച്ചിട്ടാണ് ഇപ്പം നടുന്നത്. കുരു ഇഷ്ടം പോലെ ഉണ്ട്. പൊടിച്ചിട്ടില്ലെങ്കിൽ അന്നേരം എന്തെങ്കിലും ചെയ്യാം എന്ന് വിചാരിച്ചിട്ട്. അല്ല, പൊടിച്ചിട്ടുണ്ടെങ്കിൽ അധികം പൊടിച്ചിട്ടുണ്ടെങ്കിൽ അന്നേരം പറിച്ച് മാറ്റിയാണ്ട, അതിന് വേണ്ടിയിട്ടാണ്. ഇത് കണ്ടില്ലേ, ഇതേപോലെ ഇത് നട്ട് ഇത് മേട്ട് കഴിഞ്ഞ് 3 കൂടി നട്ടു. ഇതിപ്പോൾ കണ്ടല്ലോ നിങ്ങൾ, ഇതേപോലെ ഇതാണ് ചതുരപ്പയർ. ഇത് 3 കൊല്ലത്തേക്ക് മതി. നമുക്കിനി ഇപ്പോൾ 1 കൊല്ലം നട്ട് കഴിഞ്ഞാൽ 3 കൊല്ലത്തേക്ക് മതി. നല്ല വിറ്റാമിൻ, നല്ല രുചിയുള്ള സാധനമാണ്. നമുക്കിത് ഇഷ്ടംപോലെ, ഇത് കറി വെച്ചാലും ഇഷ്ടംപോലെ ഉണ്ടാവും. ഇഷ്ടംപോലെ ഉണ്ടാവും. കൊല്ലത്തോട് കൊല്ലം എന്നൊക്കെ എപ്പോൾ ഉണ്ടായിക്കൊണ്ടിരിക്കും. അത് 1 കൊല്ലം എത്തുമ്പോൾ നമ്മൾ കൊത്തിച്ചാടണം. കൊത്തിച്ചാടിക്കഴിഞ്ഞാൽ ആദ്യം അതേപോലെ നമുക്ക് വളർന്നു വരും, പെട്ടെന്നായി വരും. അങ്ങനെയായത് കൊത്തിച്ചാടിയാൽ നല്ല പുതിയതുപോലെ വരും, അല്ലെങ്കിൽ വരില്ല. കണ്ടില്ലേ, നിങ്ങൾ നട്ടിട്ട് കണ്ടല്ലോ. 3 ഞാൻ നട്ടു. ഇതിവിടെ വെച്ചിട്ടാ. ഇനിയിപ്പോൾ ഇത്രയേ ഉള്ളൂ. നാളെ വേറെ വീഡിയോ ആയിട്ട് വീണ്ടും വരുന്നവരെ നന്ദി, നമസ്കാരം. എല്ലാവർക്കും എൻ്റെ ഹൃദയം നിറഞ്ഞ ആശംസകൾ. നന്ദി, നമസ്കാരം, ഗുഡ് ബൈ. കണ്ടാ, ഇതേപോലെ നട്ടിട്ടാ ഉള്ളത്. ഗുഡ് ബൈ.